പേരുടെ 3 പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തേക്ക് വരണം. 3 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്ത കൂടി രാവിലെ നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും 5 പേരെ പുറത്തെടുത്തു. ഒരു 3 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് വരുന്നത്. എന്തായാലും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ രക്ഷപ്പെടുത്തിയവരെയും ഒപ്പം തന്നെ മരണപ്പെട്ട കുട്ടികളെയും അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്നത്. സേതു, അത്യന്തം സങ്കടകരമായ വാർത്തയാണ്. ഒരു അപകടത്തിൽ നിയന്ത്രണം വിട്ടു വന്ന ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്ന 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഷമീർ, ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിപ്പോൾ ഈ 3 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. പുറത്തെടുത്ത കുട്ടികളുടെ ആരോഗ്യനില ഗുരുതരമാണ്. എത്ര പേർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഒരു സ്ഥിരീകരണത്തിലേക്കോ പ്രാഥമിക വിവരത്തിലേക്കൊക്കെ എത്താൻ സാധിക്കുന്നുണ്ടോ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു വർക്കിംഗ് ഡേ ആണ്. ഈ സമയമൊക്കെ സ്കൂള്, കോളേജ്, അതേപോലെ ഓഫീസ് ടൈമാണ്. എല്ലാവരും ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കുട്ടികളുടെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഓരോരുത്തരെയായി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വാഹനം ഇടിച്ചു കയറിയതിലാണ് ഈ 3 കുട്ടികൾ അവരുടെ ശരീരത്തേക്ക് പാഞ്ഞു കയറിയാണ് ഈ 3 കുട്ടികൾ മരണപ്പെടുകയും അവരുടെ ശരീരത്തേക്ക് ഈ മണൽ വീഴുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിനുശേഷമാണ് അവരെ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതിൽ 2 കുട്ടികളുടെ നില അതീവ ഗുരുതരമാണ്. അവരെയും കൊട്ടാരക്കര ഇനിയും ആളുകൾ മണലിനടിയിലേക്ക്. ഷമീർ, ഇതിപ്പോ ഈ മണ്ണ് കയറി വന്ന ലോറിയാണല്ലോ, മണ്ണും കൊണ്ടുവന്ന ടിപ്പറാണല്ലോ. ഇതിപ്പോ ഈ മണ്ണ് ഈ കുട്ടികളുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. അതായത് വാഹന അപകടം ഉണ്ടായപ്പോൾ ഈ മണ്ണ് ചരിയുകയായിരുന്നോ? അങ്ങനെയാണോ ഇവർ ഈ ലോറിക്ക് അടിയിൽ അകപ്പെടുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ അപകടം. അതായത് അവരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. അവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. എന്തായാലും മരണം 3 എന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ ആരോഗ്യവകുപ്പിൽ നിന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. 3 പേർ മരിച്ചു എന്ന്. ഷമീർ, അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. 3 കുട്ടികളുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ളത്. ഷമീർ, ഇപ്പം നിലവിൽ ഈ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും പുറത്തെത്തിച്ചിട്ടുണ്ടോ? അതോ കൂടുതൽ പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ആളുകൾ ഈ ഇവിടെ സമീപത്ത് ഇപ്പം നമ്മൾ കാണുമ്പോൾ അതൊരു ജംഗ്ഷനാണ്, കുറേ കമ്പോളങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആളുകളെ ഒരുപക്ഷെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആളുകളൊക്കെ കടകളിലോ മറ്റോ ഒക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്ര പേരെ, അതോ ഈ അപകടത്തിന്റെ വ്യാപ്തി നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാകാനുള്ള സാധ്യതയുണ്ടോ? അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ സാധ്യതയില്ല. നിലവിൽ 5 പേരാണ് അപകടത്തിൽ പെട്ടത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പുറത്തേക്ക് വരുന്ന വിവരം. അതിൽ 3 കുട്ടികൾ ഉണ്ട് എന്നും 5 കുട്ടികൾ ഉണ്ടെന്നും അതിൽ 3 കുട്ടികളുടെ നില 3 കുട്ടികൾ മരണപ്പെട്ടുവെന്നും 2 കുട്ടികളുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് വരുന്ന വിവരം. 3 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. അതിൽ 3 പേരുടെ മൃതദേഹങ്ങളും പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ആ മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇനി 2 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. അവർക്ക് വലിയ ചികിത്സ വേണമെങ്കിൽ ഉടൻ തന്നെ അവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ മറ്റോ മാറ്റണം എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നു. എന്തായാലും കൊട്ടാരക്കര നീലേശ്വരത്ത് അത്യധികം സങ്കടകരമായ വാർത്ത. രാവിലെ സ്കൂളിലേക്ക് പോകാൻ നിന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഇത്തരം വലിയൊരു ദുരന്തം, ഒരു ലോറി പാഞ്ഞു കയറുക, അതും ടിപ്പർ ലോറി. സ്കൂൾ ടൈമിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ്
ഇത്തരം ടിപ്പർ ലോറികൾ സർവീസ് നടത്തുന്നത്. ഇവിടെ നമുക്കറിയാം മണലെടുക്കുന്ന ഒരു മേഖലയാണ്. മണൽ ലോറികൾ കൂടുതലായി സഞ്ചരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഈ ഭാഗത്താണ് ബസ് സ്റ്റോപ്പിൽ കുട്ടികൾ കാത്തു നിന്നത്. എന്തായാലും നിലവിൽ കൂടുതൽ പേർ അപകടത്തിൽ പെട്ടിട്ടില്ല. ഈ കുട്ടികൾ 5 പേരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളതെന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. പോലീസ് നൽകുന്ന വിവരം വെച്ചാണ് നമ്മളിപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ നൽകുന്നത്. 3 പേർ മരിച്ചു. 2 കുട്ടികളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യധികം സങ്കടകരമായ വാർത്ത. 3 പേരുടെ മൃതദേഹങ്ങളും ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 കുട്ടികളുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. അവരെ ആവശ്യമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് മാറ്റും എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നു. ഇപ്പോഴും അവിടെ മണൽ നീക്കം ചെയ്യുന്ന ജോലികളിലാണ് ഫയർഫോഴ്സ്. ഇനി ആരെങ്കിലും ഈ മണലിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. സേതു, ഏറ്റവും ശ്രമകരമായ സംഭവവും ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മണൽ കയറ്റി വന്ന ടിപ്പർ ലോറിയാണ്. ആ മണൽ വാഹനത്തിന് നിയന്ത്രണം വിട്ട് അത് ഇടിച്ചു കയറുകയും ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയും ഈ മണ്ണ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നവരുടെ മേലേക്ക് വീഴുകയും അവരതിന് ഉള്ളിൽ പെട്ടുപോവുകയുമായിരുന്നു. അപ്പോൾ ഈ മണ്ണ് പൂർണ്ണമായിട്ടും ഈ മാറ്റണം. അതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം.